എല്ലാ പ്രേക്ഷകർക്കും ജനപക്ഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പെരുമ്പാവൂർ നിയോജക മണ്ഡലം 2020 NDA സ്ഥാനാർത്ഥി ജിബി പാത്തിക്കലാണ്. നമസ്കാരം, നമ്മുടെ ജനപക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പൊ കടുത്തൊരു മത്സരം തന്നെയാണല്ലോ പെരുമ്പാവൂർ നടക്കുന്നത്. എല്ലാവരും പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടിയൊക്കെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പെരുമ്പാവൂര്. ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് ജിബിച്ചേട്ടൻ്റെ ഒരു കടന്നുവരവിനെ കുറിച്ചൊന്ന് പറയാമോ? ഏതൊരു കാലഘട്ടത്താണ്? കോളേജ് ലൈഫ് മുതലാണോ, എങ്ങനെയാണ്? സ്കൂൾ കാലഘട്ടം തുടങ്ങിയാണ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പിച്ച വെച്ച് തുടങ്ങിയെന്ന് പറയാം. കാരണം തീർച്ചയായിട്ടും KSUവിലൂടെ തന്നെയാണ് സ്കൂൾ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതിനുശേഷം പ്രീ ഡിഗ്രി സമയത്തും ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ചു കാലം ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചാൾ വിദേശത്തൊക്കെ ആയിരുന്നു. ഞാൻ ദുബായിൽ, ബഹ്റൈനിൽ, UK അങ്ങനെ ഒരു 10 വർഷത്തോളം ഞാൻ വിദേശത്തായിരുന്നു. ആ ഇടയ്ക്ക് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പറഞ്ഞ മാതിരി രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ സീനിയോറിറ്റി ഒരു ചെറിയ കാര്യമല്ല, അതൊരു ഇതുണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമാവുകയും സഭാപ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. ആദ്യകാലങ്ങളിൽ സഭാപ്രവർത്തനങ്ങളുണ്ടായിരുന്നു. യാക്കോബായ സഭയുടെ ഒത്തിരി സ്ഥാനങ്ങളിലൊക്കെ എനിക്ക് സേവനം ചെയ്യാനും ഒത്തിരി ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സഭാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും ഒരുപോലെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചു പോകാറ്. പ്രത്യേകിച്ച് യാക്കോബായ സഭയുടെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ ഒത്തിരി പള്ളികളിലും മർദ്ദനമേൽക്കുകയും ഒത്തിരി കഷ്ടപ്പാട് അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പള്ളികളിൽ നിന്ന് എനിക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിലെ തുടക്കത്തിൻ്റെ കാലഘട്ടം മുതൽ ഇപ്പോൾ അവസാനം വരെ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്നല്ലോ ജിബിച്ചേട്ടൻ. ഒരുപാട് വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ആളാണ്. NDAയിലേക്ക് 2020 ഉള്ളൊരു കടന്നുവരവിനെ കുറിച്ചൊന്ന് പറയാമോ? 2020 കടന്നുവരവ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ 2020 വികസന പ്രവർത്തനങ്ങളാണ്. അത് ഏറ്റവും താഴേക്കടയിൽ നിന്നുള്ള ഒരു വികസന പ്രവർത്തനത്തിൻ്റെ തുടക്കം എന്ന് കാണുമ്പോഴാണ് നമ്മൾ ഏറ്റവും അത് ഇഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം. അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് ആഹാരം. ഈ ആഹാരത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു സഹായമാണ് കിഴക്കമ്പലം നടത്തുന്ന സൂപ്പർ മാർക്കറ്റ്. ഇതുപോലൊരു സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ പെരുമ്പാവൂർ നിയോജകം മുഴുവനും അതുപോലെ തന്നെ കേരളം മുഴുവനും എത്തിച്ച് ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ ഒരു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന 2020 പദ്ധതി അതൊരു ചെറിയ കാര്യമല്ല. അത് നാളെ ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമാവുന്നൊരു പദ്ധതിയാണ് ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതി. അത് ഇതുപോലൊരു സൂപ്പർ മാർക്കറ്റ് പെരുമ്പാവൂർ നിയോജകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടപ്പിലാക്കുകയും അത് പിന്നീട് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അത് ആ സൂപ്പർ മാർക്കറ്റ് കൊണ്ടുവന്ന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നടപ്പിലാക്കാൻ ചെയ്യുന്ന ഒരു പദ്ധതി അത് 2020 ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നാണ്. പിന്നെ അതുപോലെ തന്നെ പാർപ്പിട സമുച്ചയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ കിഴക്കമ്പലത്ത് നമുക്കറിയാം, നല്ല ഒരു വില്ലകളെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു വീട് പണിത് കൊടുക്കുന്ന പോലെയല്ല. ഒരു സ്റ്റാർ ഫെസിലിറ്റി പോലെ എന്ന് തന്നെ പറയുന്ന അത്രയും ക്വാളിറ്റിയിലാണ് ഓരോ വില്ലകൾ പണിത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒത്തിരി വില്ലകൾ പണിത് കൊടുത്തുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു വീട് പണിയാൻ ഒരു കയറി താമസിക്കാൻ വീടില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ആ വീട് കൊടുക്കുന്ന ഒരു പദ്ധതി. അങ്ങനെ ഏതൊരു തലം, ഇപ്പോൾ അതുപോലെ റോഡൊക്കെ ചെയ്യുന്നത് ഓരോ ചെറിയ റോഡ് പോലും BMNBCയിൽ ചെയ്യുന്ന അവരുടെ ആ നമ്മുടെ 2020 ആ ഒരു മുന്നോട്ടുള്ള പോക്ക്. അതായത് ഇപ്പോൾ സാധാരണ നമ്മൾ റോഡ് പണിത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞുള്ളിൽ അതിൻ്റെ ഇത് തീരുവാണ്. 2020 ഒരു റോഡ് പണിയുന്നുണ്ടെങ്കിൽ അത് BMNBCയിൽ പണിയണം എന്നുള്ള 2020 ആ ഒരു ചിന്താഗതി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ റോഡെന്നോ വലിയ റോഡെന്നോ ഹൈവേ എന്നുള്ളതല്ല. ഇത് ചെറിയ റോഡാണെങ്കിൽ പോലും അത് BMNBCയിൽ നന്നായിട്ട് ചെയ്ത് അത് കാലങ്ങളോളം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് 2020. അതുപോലെ തന്നെ ഇനിയും ഒത്തിരി ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡുകൾ, ഒത്തിരി പ്രവർത്തനങ്ങൾ, ഇനി പദ്ധതികൾ ഒത്തിരി ഉണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര പദ്ധതികൾ. ഇതുപോലെ തന്നെ ഈ NDAയിൽ മുന്നണി സംവിധാനത്തിൽ നോക്കുമ്പോൾ 2020 കൂടെ അല്ലെങ്കിൽ 2020 ചേർന്നിരിക്കുന്ന മുന്നണി എന്ന് പറഞ്ഞാൽ NDAയിലെ പ്രധാന പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഈ രാജ്യം മുന്നോട്ട് പോയത് ഈ ലോകം മുഴുവൻ
അത് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കുറച്ച് ആൾക്കാർ അത് മനസ്സിലാക്കാതിരിക്കുന്നുണ്ട്. അത് മനപ്പുറം ആയിട്ടും ആയില്ല എന്ന് നടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്ത്യ ഇപ്പോൾ 6ാം സ്ഥാനത്തിരുന്ന ഇന്ത്യ ഇപ്പോൾ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. നരേന്ദ്രമോദിജിയുടെ വിഷൻ അത് നമ്മൾ മനസ്സിലാക്കണം. 2047 ഇന്ത്യ മഹാരാജ്യം ലോകത്തെ ഏറ്റവും വികസിത രാഷ്ട്രങ്ങളൊന്നായി മാറുകയാണ്. ഒരു 2030 ഇന്ത്യ സാമ്പത്തിക ശക്തിയിൽ 3ാമതെത്തും എന്നുള്ളതാണ്, എത്തണം എന്നുള്ളതാണ് നരേന്ദ്രമോദിജിയുടെ വിഷൻ. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിൽ ഇന്ത്യ 5 ട്രില്യൺ എക്കോണമിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വിഷനും കൂടി നരേന്ദ്രമോദിജി മുന്നിൽ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2047 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 100ാം വർഷം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിൽ 3ൽ 1 മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നരേന്ദ്രമോദിജിയുടെ ആ മുന്നോട്ടുള്ള പ്രയാണം, ആ പ്രയാണത്തിന് എന്നാൽ കഴിയുന്ന ഒരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ചെറിയ ഒരു സപ്പോർട്ട് ഈ പാർട്ടിയിലൂടെ വന്ന് 2020 വന്ന് ഞങ്ങൾക്ക് ഈ മുന്നണിയിൽ ചെയ്യാൻ സാധിക്കും, ഈ രാജ്യത്തിന് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് NDAയിലേക്ക് ഞാൻ വന്നതിൻ്റെ കാരണവും. ഇനി ഈ രാജ്യം മുന്നേറുന്നെങ്കിൽ NDA മുന്നണി ഭരിക്കുന്ന ഒരു രാഷ്ട്രമായിരിക്കും ഈ രാജ്യത്തിന് ഏറ്റവും മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ NDAയിലേക്ക് വരാനുള്ള കാരണം. ഇപ്പം പ്രചാരണത്തിന് ഇറങ്ങി തുടങ്ങിയപ്പോൾ അറിയാമല്ലോ ജനങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ജനങ്ങളുടെ ഒരു പിന്തുണ എങ്ങനെയാണ്? ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ NDAയിലേക്ക് ഞാൻ വരുമ്പോൾ ഇത്രയൊരു ആവേശോജ്വലമായ ഒരു സ്വീകരണമോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അത് തോന്നുകൊണ്ട് NDAയിലേക്ക് വന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ച് തുടങ്ങി. പക്ഷേ ഇവിടെ ഇറങ്ങി ഇലക്ഷൻ പ്രചരണമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അസാധ്യമായ ഒരു ആവേശമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പോഴത്തേക്കൊരു ആവേശോജ്വലമായ ഒരു സ്വീകരണങ്ങളാണ് ഓരോ സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും പറയുന്നൊരു ഭാഷയുണ്ട്. നമ്മൾ ഈ 2 മുന്നണികൾ മാറി മാറി ഭരിച്ച കേരളം ഇത്രയും വർഷം കൊണ്ട് കടക്കണിലാക്കി, ഈ മുന്നണികൾ മാറി മാറി ഭരിച്ച് ഈ രാജ്യം നാട് ഇങ്ങനെ കുട്ടിച്ചോറാക്കി ഇടുന്ന ഈ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാണ്ടായി. ഇനി നമ്മൾക്കൊരു മാറ്റം വേണം. മോനെ, നിന്നെപ്പോലുള്ള ആൾക്കാർ വരണം, NDA മുന്നണി ഭരിക്കണം. ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സ്റ്റേറ്റുകളും ഉന്നതമായ ഒരു വളർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മാത്രം പിന്നോട്ടടിച്ച് നിൽക്കുകയാണ്. ഇത് എത്രയും വേഗം ഈ ഭരണം മാറ്റി പുതിയൊരു ഭരണ സംവിധാനം വന്ന് NDA മുന്നണിയിലൂടെ രാജ്യം വികസിക്കണമെന്ന്, ഈ കേരളം വികസിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറണമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ റോഡുകളുടെ കാര്യമായിക്കോട്ടെ, പാലങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ, ഇവിടുത്തെ കടമെടുത്ത് ഈ നാട് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് മുഴുവൻ പലിശയും പെൻഷനും കൊടുത്ത് ശമ്പളവും കൊടുത്ത് തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ 90% ശമ്പളം, പെൻഷൻ, കുടിശ്ശിക, പലിശകൾ കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതല്ല വേണ്ടത്. നമ്മുടെ വരുമാനങ്ങൾ മറ്റു രീതിയിൽ കണ്ടെത്തി അതിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക്, നാടിൻ്റെ വികസനത്തിൽ ഉപയോഗിക്കപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അത് NDA മുന്നണി ശരിക്കും കേന്ദ്രത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുപഠിക്കണം. 2020 ഭരിക്കുന്ന പഞ്ചായത്ത്, കിഴക്കമ്പലം പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകളിൽ ചെയ്യുന്ന രീതികൾ, നമ്മൾ വരുന്ന വരുമാനം എങ്ങനെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു രീതി അത് കണ്ടുപഠിക്കുക. ഏറ്റവും നശിക്കാത്ത രീതിയിൽ വെറുതെ എന്തെങ്കിലും കാണിച്ച് ചെയ്ത് കളയുന്ന രീതിയിലേക്കല്ല, അത് നാടിന് ഗുണപ്രദമാവുന്ന രീതിയിൽ ചെയ്ത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് ഈ നാടിൻ്റെ ഭരണം വരണം. അതുകൊണ്ടാണ് ഈ മുന്നണി എല്ലാവരും സ്വീകരിക്കുകയും അത് ഇങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് നമ്മുടെ മുന്നണിക്ക് കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. രാജ്യത്തിൻ്റെ വികസനം ഇത്രയേറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിപ്പോൾ 4ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വികസനം കണ്ടുകൊണ്ട് ജനങ്ങൾ NDA മുന്നണി അത്രയേറെ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സ്വീകരണവും അത് തന്നെയാണ്. ഈ ആവേശത്തിൻ്റെ ഒരു അർത്ഥവും അത് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സാധ്യതകളാണ് കാണുന്നത്, നല്ലൊരു ചിന്തകളാണ് ജനങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എൻ്റെ വിജയത്തിലും അത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരേ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന 3 പേര് സുഹൃത്തുക്കൾ എന്ന് തന്നെ പറയാല്ലേ, മത്സര രംഗത്ത്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ സുഹൃത്തുക്കളുണ്ട്. എതിർ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും നമുക്ക് സുഹൃത്തുക്കളുണ്ടാവും. നാട്ടിൽ പല രീതിയിലും, പല സാമുദായിക സംഘടന ആയിക്കോട്ടെ, പല മതങ്ങളിൽപ്പെട്ടവരാണ്, നമുക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് ഒരു പാർട്ടിയിലുള്ളവർ മാത്രമല്ല, സുഹൃത്ത് ബന്ധത്തിനേക്കാൾ ഉപരി ഈ നാടിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിൽ നമ്മുടെ മുന്നണി എങ്ങനെ ഇടപെടുന്നു, നമ്മുടെ പാർട്ടി എങ്ങനെ ഇടപെടുന്നു കാര്യം. ഉദാഹരണത്തിന് മറ്റു 2 മുന്നണികളും ചെയ്യുന്ന പോലെയാണോ NDA മുന്നണി ചെയ്യുന്നത്? അതാണ് നമ്മുടെ ഇഷ്യൂസ്. അല്ലാതെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പല രീതിയിലും അതങ്ങനെ കിടക്കും. അതല്ല നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ ഇലക്ഷനിലും അതല്ല ഇഷ്യൂസ്.
നമ്മുടെ വിഷയം, നമ്മുടെ ചിന്തകൾ ഈ രാജ്യത്തിൻ്റെ വികസനം എങ്ങോട്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നാടിൻ്റെ വികസനം എങ്ങോട്ട് എന്നുള്ളതാണ്, പെരുമ്പാവൂരിൻ്റെ വികസനം എങ്ങോട്ട് എന്നുള്ളതാണ്. ആ ഒരു ചിന്തഗതി മാത്രമേ എനിക്ക് അതിനകത്തുള്ളൂ. അല്ലാതെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സുഹൃത്ത് ബന്ധങ്ങളായിട്ട് നിലനിൽക്കും. അത് എല്ലാ അർത്ഥത്തിലും എല്ലായിടത്തും ഉണ്ടാവും. അതിനൊന്നൊരു മാറ്റങ്ങളുണ്ടാവില്ല. എല്ലാവരും നമ്മൾ സ്നേഹിക്കും, ബഹുമാനിക്കും, അതിനൊന്നും ഒരു കുറവുണ്ടാവില്ല. പക്ഷേ നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. അതിന് ഈ മുന്നണിയുടെ നിലവിലുള്ള രീതികളിൽ തന്നെ പോകും. ജനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അത് തന്നെ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകും. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ ഉദ്ദേശം. ജിബിചേൻ്റെ സ്വദേശം, ഫാമിലി, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ പെരുമ്പാവൂർ സ്വദേശിയാണ്. പെരുമ്പാവൂരിനടുത്ത് 2 കിലോമീറ്റർ ദൂരെ അല്ലപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജന്മദേശം. എൻ്റെ കളിച്ചു വളർന്ന നാടാണ്. എൻ്റെ എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും പ്രവർത്തനങ്ങളും എല്ലാ പ്രവർത്തന മേഖലകളും പെരുമ്പാവൂരാണ്. പിന്നെ പറയുവാണെങ്കിൽ എൻ്റെ കുടുംബം എൻ്റെ വീട്ടിൽ എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, എൻ്റെ ഭാര്യ ഇപ്പോൾ വെളിയിലാണ് ജോലി ചെയ്യുന്നത്, ഇസ്രായേൽ എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. പിന്നെ എനിക്ക് 3 മക്കളാണ്. 3 മക്കളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ബാലറ്റ് പേപ്പറിൽ എൻ്റെ പേര് ജിബി പാത്തിക്കൽ എന്നാണ്. ചക്ക അടയാളത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനയപരിശ്രം അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു പ്രചരണ തിരക്കിലും നമ്മുടെ മെട്രോ ചാനലിൻ്റെ ജനപക്ഷം പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ഇത്രയും നേരം ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി. അപ്പം എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. താങ്ക് യു.